amici. ഹലോ, ഹാപ്പി ക്രിസ്മസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ കോളേജിൽ ക്രിസ്മസ് ആഘോഷം നടക്കാൻ പോവാണ്. അപ്പം എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. വൈറ്റ് പാൻറ്റും എല്ലാവരും സെയിം ഔട്ട്ഫിറ്റാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ വരുന്നുണ്ട്, പിന്നെ പള്ളിയിൽ നിന്ന് കുറേ അച്ഛന്മാരൊക്കെ വരുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ കേക്ക് മുറി, പിന്നെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇന്ന് ഞങ്ങളുടെ 3rd വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ഒരു പരിപാടീസൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് ലേക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ കേക്ക് മുറി എല്ലാം കാണിക്കാം. ഇത് ഞാൻ ഫ്രണ്ട്സിനൊക്കെ ഒരു വട്ടം കൂടി കാണിച്ചു തരാം കേട്ടോ. എല്ലാവരുടെ ഡ്രസ്സും ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. ഇത് നമുക്ക് ക്ലാസ്സിലേക്ക് പോയി നോക്കാം. അവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ ക്ലാസ് കെയറാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ ക്ലാസ്സാണ്. ഇതെല്ലാവരും ഡെക്കറേഷൻ പരിപാടിയിലൊക്കെയാണ്. എല്ലാവരും ഡ്രസ്സ് ഉണ്ടല്ലേ, റെഡും വൈറ്റും നല്ല കളർഫുള്ളായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഡെക്കറേഷനിലൊക്കെ നല്ല തകൃതിയായി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീയും നമ്മുടെ ഗിഫ്റ്റ്സും ഒക്കെ കാണിക്കാം. എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത് ഇപ്രാവശ്യം ക്രിസ്മസ് ആഘോഷിക്കുന്ന എൻ്റെ സീനിയർ സ്റ്റുഡൻസുമായിട്ടുള്ള ഒരു ആഘോഷം. കാരണം അവർക്കൊന്നും കിട്ടാത്ത വളരെ സന്തോഷമുണ്ട്. കാരണം കൊറോണയുടെ മൂർധന്യാവസ്ഥയിലാണ് അവരുടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം ഈ ക്രിസ്മസ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ചെറിയ തോതിൽ ഇപ്പോൾ നമ്മൾ പരിപാടി തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പള്ളിയിൽ നിന്നുള്ള ആൾക്കാരൊന്നും എത്തിയിട്ടില്ല, അവർ ഉച്ചയ്ക്കേ എത്തുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതുവരെ നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ തീർക്കുകയാണ്. ഇത് പാടിക്കോ സ്റ്റെഫി, അന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് സിംഗറാണ്.
ഒരു 2 മണി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. നമ്മുടെ ഡാൻസും പരിപാടികളൊക്കെ നമ്മൾ രാവിലെ തന്നെ തീർത്തു. ഇപ്പോൾ പള്ളിയിൽ നിന്ന് അച്ഛനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്തികളിൽ എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ജോസഫ് സാറും അതുപോലെ നാസി ടീച്ചറും മാവിനും നമ്മുടെ മിസ്സുമാരും പഴയ കുട്ടിയും പുതിയ കുട്ടിയും നിങ്ങളെല്ലാവരും എനിക്ക് തോന്നുന്നു നമ്മുടെ ആളുകൾക്ക് ആതുര സേവനം കൊടുക്കാൻ അവർ ആഗ്രഹിക്കുന്ന സമയത്ത് അവരുടെ കൂടെ ഒരാളില്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ അവരുടെ കൂടെ ആയിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജോസഫ് സാറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ തൊട്ടടുത്താണ് ഇരിക്കുക, അപ്പുറത്തുമാണ് ഇരിക്കുക. ഒരു 3-3.5 വർഷമായി എനിക്ക് തോന്നുന്നു ഞങ്ങൾ അടുത്ത് ഇടപെടാൻ തുടങ്ങിയിട്ട്. ആത്മാർത്ഥത മാത്രം കാണിക്കുന്ന ഒരു നല്ലൊരു മെൻറ്റർ കൂടിയാണ്. നല്ലൊരു ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട് നമ്മളെ പരിശീലിപ്പിക്കുന്ന ഒരു വലിയ അധ്യാപകൻ കൂടിയാണ്. സംഗീത ഉള്ളിലേക്ക് പാടിപ്പാടി നമുക്ക് അന്ന് മനസ്സിൽ പറ്റിയ കവിതയാണ്. എന്ന് കക്കാടുന്നൊരു കവിതയുണ്ട്, സബലമേ യാത്ര. നിങ്ങൾക്കറിയാം, അപ്പൂപ്പൻ അറിയുന്ന എനിക്കറിയില്ല. സബലമേ യാത്ര. അശ്രമീ തൻ വാസരാവുകളിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖി, ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ നീയൻ അരികത്തു തന്നെ നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു കവിതയുണ്ട്. അപ്പോൾ ഇനി കേക്ക് മുറിക്കലാണ് കേട്ടോ. ഇതിവിടെ മിസ്സ് സർപ്രൈസ് ആയിട്ട് എന്നെയും കൂടി കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന്. അപ്പോൾ ക്ലാസ്സിലെല്ലാവർക്കും അറിയായിരുന്നു. അപ്പോൾ മിസ്സ് ഇത് എനിക്കൊരു സർപ്രൈസ് തന്നാണ് കേട്ടോ ഈ കേക്ക് മുറി. അപ്പോൾ എനിക്കത് ഒത്തിരി സന്തോഷമായി. നമ്മൾ പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒരു സർപ്രൈസ് കിട്ടല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് ആഘോഷം. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് അടിച്ചു പൊളിച്ചു. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ക്രിസ്മസ് എല്ലാവരും ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. എല്ലാ ആഘോഷങ്ങളും നമ്മുടെ എല്ലാവരുടെതുമാണ്. അല്ലാതെ എന്നെ ഒരു മതത്തിന് ഒരു പ്രത്യേക ആഘോഷം അങ്ങനെയൊന്നുമില്ല. എല്ലാം നമ്മളെല്ലാവരും ആഘോഷിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബായ്.